നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തെരുവുനായ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. കായംകുളം കരിയിലക്കുളങ്ങര സ്വദേശി ദേവകി അമ്മയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. റോഡിൽ കൂടി നടന്നു പോകുമ്പോഴായിരുന്നു നായ ആക്രമിച്ചത്. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നെന്ന ആരോപണം. SFIയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകിയത്. മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് നീണ്ടകരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തനത് മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതി. ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. തെരുവുനായ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. കായംകുളം കരിയിലക്കുളങ്ങര മലമേൽ ഭാഗം സ്വദേശി ദേവകിയമ്മയ്ക്കാണ് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. റോഡിൽ കൂടി നടന്നു പോകുമ്പോഴാണ് തെരുവുനായയുടെ ആക്രമണം. കരിയിലക്കുളങ്ങര മലമേൽ ഭാഗം സിരിൽ ഭവനത്തിൽ 85-കാരിയായ ദേവകിയമ്മയ്ക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. റോഡിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു തെരുവുനായയുടെ ആക്രമണം. കൈക്കും കാലിനുമാണ് നായയുടെ കടിയേറ്റത്. കരിയിലക്കുളങ്ങരയിലും പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷമാണ്. നായയുടെ കടിയേറ്റ ദേവകിയമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള മികവ് വിദ്യാഭ്യാസ അവാർഡുകളാണ് വിതരണം ചെയ്തത്. മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് നീണ്ടകരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മത്സ്യഫെഡ് ജില്ലാ ഓഫീസാണ് നീണ്ടകരയിൽ മികവ് 2025 എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. മന്ത്രി KN ബാലഗോപാൽ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ലോകത്തോട് കിടപിടിക്കുന്ന കേരളത്തിന്റെ അനന്ത സാധ്യതകൾ പുതിയ തലമുറ ഏറ്റെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക സൗകര്യങ്ങൾ കേരളത്തിൽ ഇന്ന് ഏറെയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പഠിക്കുന്നത് അക്കാഡമിക് മാർക്ക് മാത്രമല്ല ഒരാളുടെ വ്യക്തിത്വം. അക്കാഡമിക് മാർക്കിനൊപ്പം സമൂഹത്തിൽ നല്ലതുപോലെ ഇടപെടാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും കഴിയുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാം. ലോകത്ത് ധാരാളം കണ്ടുപിടുത്തങ്ങളുണ്ട്. കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഓർമ്മിക്കപ്പെടുന്നതും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കണ്ടുപിടുത്തങ്ങളാണ്. ഒരേ സാധനം, ഒരേ പുസ്തകം, ഒരേ കാര്യം വെച്ച് തന്നെയാണല്ലോ നല്ല കാര്യവും ചീത്ത കാര്യവും നമ്മൾ തിയറി ഉണ്ടാക്കാൻ പറ്റുക. കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകൻ ഒരു പ്രതിയെ രക്ഷിക്കാൻ വാദിക്കുന്നതിനും നിയമത്തിന്റെ അംശങ്ങളാണ് ഉപയോഗിക്കുന്നത്, ശിക്ഷിക്കാനും വാദിക്കുന്നതാണ്. അതൊരു പ്രൊഫഷനാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഗുണകരമായി ഉപയോഗിക്കുകയും പരമാവധി ആളുകൾക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവെ ചെയ്യേണ്ടതാണ്. പ്രൊഫഷൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രത്യേക കാര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ കണ്ടുപിടുത്തങ്ങൾ പലതും ലോകത്ത് പലപ്പോഴും നന്മയ്ക്കല്ലാതെ തിന്മയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച മത്സ്യബന്ധന മേഖലയായി കൊല്ലം മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ദേശീയ തലത്തിൽ അവാർഡ് നേടുവാൻ നമ്മുടെ കൊല്ലം ഫിഷറീസ് മേഖലയ്ക്ക് സഹായിച്ചു. അതുപോലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമായി മത്സ്യഫെഡിനെയും ഈ മികവാർന്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ മികവിൽ നിന്നും മികവിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്
അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പുതിയ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 2 ബഡ്ജറ്റുകളുമായിട്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി വളരെ നിർലോഭമായിട്ടുള്ള സഹകരണമാണ് മത്സ്യബന്ധനം നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ ഒരു നെറ്റ് ഫാക്ടറി തുടങ്ങാൻ ആദ്യം 5 കോടി നൽകി. അപ്പോൾ അത് പോരാതെ വന്നപ്പോൾ വീണ്ടും ഒരു 5 കോടിയും കൂടെ നൽകി 10 കോടി രൂപയ്ക്ക് മുഴുവൻ പദ്ധതിയും പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള ഫണ്ട് നൽകിയുണ്ടായി. നീണ്ടകര ഹാർബറിലാണ് ആ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നത്. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ G രാജദാസ്, സബീന സ്റ്റാൻലി, മാരിടൈം ബോർഡ് അംഗം H ബേസിൽലാൽ, മത്സ്യഫെഡ് മാനേജർ S അനിതകുമാരി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, ജോയി ആന്റണി, S സേതുലക്ഷ്മി, ഷേർലി ഹെൻറി തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നെന്നാരോപിച്ച് SFIയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ചാടിക്കടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ പ്രവർത്തകർ കടന്നു. പ്രധാന വാതിലിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയാണ് SFIയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കോളേജ് ജംഗ്ഷനിൽ നിന്നും പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ പ്രവർത്തകർ എത്തിയെങ്കിലും പ്രധാന വാതിലിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. തുടർന്ന് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. തനത് മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ശാസ്താംകോട്ട തടാകത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനതു മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശാസ്താംകോട്ട തടാകത്തിൽ തനത് മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ശാസ്താംകോട്ട അമ്പലക്കടവിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയാവുന്ന മത്സ്യവികസനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, കാർഷിക മേഖല, സേവന മേഖല, ടൂറിസം മേഖല എല്ലാത്തിലും നല്ല പരിഗണനയാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 126 ലാപ്ടോപ്പുകളാണ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് വിതരണം ചെയ്തത്. മിനിഞ്ഞാന്നാണ് അങ്ങനെ വിതരണം ചെയ്യുന്നത്. ഇവിടെ ഈ കടവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വികസന പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനുകൂടി ഉപോത്ബലകമായി നമ്മുടെ തടാകത്തിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനും നമ്മുടെ തടാകത്തിൽ നിന്ന് അന്യം നിന്ന് പോയ മത്സ്യ
സമ്പത്ത് കൂടുതൽ വികസിപ്പിക്കുന്നതിനും ആവശ്യമായ രീതിയിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്, പ്രത്യേകിച്ചും കരിമീൻ കുഞ്ഞുങ്ങൾ. ഏട്ട, കരിമീൻ, വരാൽ, കൈതക്കോര എന്നിവയുടെ കുഞ്ഞുങ്ങളെയാണ് തടാകത്തിൽ നിക്ഷേപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത, വൈസ് പ്രസിഡന്റ് രാകേഷ്, ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾരാജൻ, ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പന്നിക്കൂട്ടങ്ങളെ അകറ്റാൻ ഷൂട്ടറെ എത്തിച്ച് ഗ്രാമപഞ്ചായത്ത്. പത്തനാപുരം പട്ടാഴി ഗ്രാമപഞ്ചായത്താണ് കാട്ടുപന്നികളെ കൊല്ലാനായി ഷൂട്ടറെ എത്തിച്ചത്. പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ്. പത്തനാപുരം പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷൂട്ടറെ എത്തിച്ചു. കാട്ടുപന്നികളെ വെടിവെക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ വിവിധ പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ രാപ്പകലെന്നീ പന്നിക്കൂട്ടങ്ങൾ എത്തുന്നുണ്ട്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രികർക്കും കുട്ടികളടക്കമുള്ളവർക്കും ഇവ ഭീഷണിയാണ്. പന്നിശല്യത്തിൽ നാട്ടുകാർ പഞ്ചായത്തിൽ നിരന്തര പരാതി ഉന്നയിച്ചതിനാലാണ് ഷൂട്ടറെ എത്തിച്ച് പന്നികളെ തുരത്താൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. തകരാർ പരിഹരിച്ചെങ്കിലും ശ്മശാനം തുറന്നു നൽകാൻ നടപടിയായിട്ടില്ല. 9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. പുനലൂരുകാരിപ്പോൾ കൊല്ലം പോളയത്തോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അത്യാധുനിക സംവിധാനങ്ങളോടെ 12 വർഷം മുമ്പ് തുടങ്ങിയതാണ് പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം. ഉദ്ഘാടന ശേഷം ഇടയ്ക്ക് പ്രവർത്തനം നിലച്ചു. 2018 ആധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഏറെ കഴിയും മുമ്പ് ഫർണസുകൾക്ക് തകരാറുകൾ സംഭവിച്ചു. ഫർണസുകളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിനായി 17,10,000 രൂപ ചിലവഴിക്കുകയും ചെയ്തു. നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ വീണ്ടും പ്രവർത്തനം നിലച്ചു. വീണ്ടും 9 ലക്ഷം രൂപ ചെലവഴിച്ച് മെയിന്റനൻസ് നടത്തി. മെയിന്റനൻസ് പൂർത്തിയാക്കിയതിനു ശേഷം മാസങ്ങളായി ശ്മശാനം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന തകരാറുകൾ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. മൃതദേഹം തെന്മലയിലേക്കോ കൊല്ലത്തേക്കോ സംസ്കാരത്തിനായി കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ പുനലൂരുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ശാസ്താംകോണം മേലേതിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. പുനലൂർ ശാസ്താംകോണം മേലേതിൽ റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. നഗരസഭയിൽ ശാസ്താംകോണത്ത് വർഷങ്ങളായി തകർന്ന കാൽനടയാത്ര ദുസ്സഹമായ നിലയിലായിരുന്നു റോഡ്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. 65 മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തത്. നമ്മുടെ ഈ ശാസ്താംകോണം മുക്കുടോ മേലത്തെ വഴി നടക്കാൻ പോലും പറ്റാതെ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു വണ്ടി വലിയ പാടായിരുന്നു. എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്, അതിന് 3 ട്രിപ്പ് എൻ്റെ ഫ്രണ്ട് വരെ പണിയിട്ടിരുന്നു. അത്രയ്ക്കും മോശമായി കിടക്കുമായിരുന്നു. കൗൺസിലിൽ നിരന്തരമായ പരിശ്രമം കൊണ്ട് അതിന് പണി കിടക്കുന്നു, ഭംഗിയായിട്ട് ചെയ്യുന്നു. അതിന് കൗൺസിലിനോട് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വർഷങ്ങളായുള്ള ആവശ്യം നിറവേറ്റാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കൗൺസിലർ ശ്രീജ പ്രസാദ് പറഞ്ഞു. ശാസ്താംകോണം മുക്കടവ് മേലേതിൽ റോഡിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി തകർന്നുകൊണ്ടിരുന്ന റോഡാണിത്. നമുക്കറിയാം, ഇന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് ആദ്യം വരുന്ന സമയത്ത് തന്നെ ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡ് പണി തരണമെന്നുള്ളത്. അതെനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം നമുക്ക് നൽകിയൊരു വാഗ്ദാനമായിരുന്നു അന്ന് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി. നിരവധി പേർക്ക് സുഖമില്ലാതെ വാഹനം പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം നമുക്കത് റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളോട് ഈ നാട്ടുകാരെല്ലാം നല്ലൊരു സഹകരണമാണ്. ഈ മേഖലയിൽ താമസിക്കുന്ന നാട്ടുകാരെല്ലാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് 65 മീറ്ററാണ് റോഡിൻ്റെ നീളം. 3 ലക്ഷം രൂപ മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ മഴ കാരണമാണ്, ശരിക്കും പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട വർക്കാണ്. ഈ മഴ കാരണമാണ് ഇത് മാറ്റി വെച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ പൊതു ശൌചാലയം ഉപയോഗരഹിതമായിട്ട് വർഷങ്ങൾ. പൊതു ശൌചാലയം കാട് മൂടിയിട്ടും അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ മാലിന്യ കേന്ദ്രവും ഇഴജന്തുക്കളുടെ താവളവുമായി മാറിയിരിക്കുകയാണ്. നഗരമധ്യത്തിലാണ് പൊതു ശൌചാലയം സ്ഥിതി ചെയ്യുന്നത്. പൊതുജനങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്ന പൊതു ശൌചാലയം കാട് മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത് വൃത്തിയാക്കാനോ ഉപയോഗപ്രദമാക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. 2010 പൊതു ശൌചാലയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. എന്നാൽ കുറച്ചുനാൾ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് പൊട്ടിപ്പൊളിഞ്ഞ് കാട് കയറി നശിക്കുകയായിരുന്നു. നിരവധി ആളുകൾ ആശ്രയിച്ചിരുന്ന പൊതു ശൌചാലയമാണ് കാട് കയറി ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കേന്ദ്രമായും മാറിയിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിക്ക് സമീപമായതിനാൽ തന്നെ നിരവധി ആളുകളാണ് ശൌചാലയത്തെ ആശ്രയിച്ചിരുന്നത്. ശൌചാലയം വീണ്ടും ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഡോക്ടർമാരില്ല. തെന്മല ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. നിലവിൽ 3 ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിക്ക് ലഭിക്കേണ്ടത്. എന്നാൽ മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണ്. ഇതോടെ 22 കിലോമീറ്റർ ദൂരെയുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. തെന്മല ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ 2 ഗവൺമെന്റ് ഡോക്ടർമാരും പഞ്ചായത്ത് ഭരണസമിതി HMC നിയമിക്കുന്ന 1 ഡോക്ടറും ഉൾപ്പെടെ 3 ഡോക്ടർമാരുടെ സേവനമാണ് ലഭിക്കേണ്ടത്. കുടുംബാരോഗ്യ കേന്ദ്രമായ ആശുപത്രിയുടെ പ്രവർത്തനം വൈകുന്നേരം 6 മണിവരെയാണെന്നിരിക്കെ മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിൽ 12 മണിക്ക് ശേഷം ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണ്. ഇത് പട്ടി അടിച്ച കാര്യമാണ്. നമ്മളിപ്പോൾ സമയം ഇപ്പോൾ എത്ര മണിയായിട്ടുള്ളൂ? 3 മണിയായിട്ടുള്ളൂ. 5 മണിവരെയെങ്കിലും മിനിമം ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ കാണേണ്ടത്. ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടറില്ലാതെ ഇവരിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ 10-25 കിലോമീറ്റർ കൂടി പോകണം, പുനലൂരിൽ പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ കുളത്തുപുഴ പോകണം. കുളത്തുപുഴ പോയാൽ ഇത് തന്നെയാണ് സിറ്റുവേഷൻ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണക്കാർക്ക് എല്ലാവരും പറയുന്നത് പട്ടി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാഥമികമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പട്ടി പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. 3 മണിക്ക് മുമ്പേ പട്ടി ഒന്ന് കടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്ന് പട്ടി അടിക്കും. പട്ടിക്ക് തോന്നുമ്പോഴാണ് നമ്മൾ പട്ടി അടിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് തരാൻ ഡോക്ടറില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങളൊക്കെ വേണം തീരുമാനിക്കേണ്ട കാര്യം. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. സാധാരണക്കാരെ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നിവൃത്തിയോടുകൊണ്ടാണ് നമ്മൾ ഓടിങ്ങോട്ട് വരുന്നത്. നമുക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ പോകും. മലയോര മേഖലയിലെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ കിട്ടാതെ സ്വകാര്യ ആശുപത്രിയെയോ 22 കിലോമീറ്റർ ദൂരെയുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഗ്രേഡ് മാറ്റി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി. ഗ്രേഡ് മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 സർക്കാർ ഡോക്ടറും അതുപോലെ തന്നെ ഒരു താൽക്കാലിക ഡോക്ടറുടെ നിയമനം, പഞ്ചായത്ത് ഇടപെട്ടാണ് ഈ താൽക്കാലിക ഡോക്ടറുടെ നിയമനവും നടത്തുന്നത്. 3 ഡോക്ടർമാരാണ് ഈ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നത്. എന്നാൽ 12 മണിക്ക് ശേഷം ഒരു ഡോക്ടറെയും ഇവിടെ കാണാനില്ല. നിരവധിയായിട്ടുള്ള രോഗികൾ, ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള രോഗികളാണ് ഇവിടെ വരുന്നത്. ആർക്കും ഡോക്ടറിൻ്റെ സേവനം ലഭ്യമല്ല. 12 മണിയാകുമ്പോഴേക്ക് ഡോക്ടർമാർ ഫീൽഡിൽ പോവുക, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഈ ആശുപത്രി ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള രോഗികളാണ് ഇതുമൂലം ഇവിടെ ബുദ്ധിമുട്ടുകയും വലയുകയും ചെയ്യുന്നത്. ഇവിടുന്ന് 22 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ വരുന്ന രോഗികൾ ആശുപത്രിയിലേക്ക്, പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത്. 22 കിലോമീറ്റർ താണ്ടി വേണം ഇവിടുന്ന് ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു അപകടം നടന്നാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും ഇവിടെ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥയാണ്. വാഹനാപകടമോ മറ്റ് അത്യാഹിതമോ സംഭവിച്ചാൽ പ്രാഥമിക ചികിത്സ നൽകാൻ പോലും ഡോക്ടർമാരില്ലാത്ത സ്ഥിതിയാണ്. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ തെന്മല പഞ്ചായത്ത് ഭരണസമിതിക്കോ HMCക്കോ താല്പര്യമില്ല എന്നാണ് ആക്ഷേപം. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. കായംകുളം കരിയിലക്കുളങ്ങര സ്വദേശി ദേവകി അമ്മയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. റോഡിൽ കൂടി നടന്നു പോകുമ്പോഴായിരുന്നു നായ ആക്രമിച്ചത്. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നെന്ന ആരോപണം. SFIയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകിയത്. മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് നീണ്ടകരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
തനത് മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതി ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.